ദ ജേർണലിസ്റ്റിലേക്ക് റിപ്പോർട്ടർ ചാനൽ ഒരു ഫയർ ബ്രാൻഡായി മാറിയ ദിവസമായിരുന്നു ഇന്നലെ. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷം അർദ്ധരാത്രി വരെ നീളുന്ന ആ പ്രൈം ടൈം സെഗ്മെൻറ്റ് റിപ്പോർട്ടർ ചാനൽ ഒന്നാകെ അങ്ങ് തൂക്കി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, മാതൃഭൂമിയിൽ നിന്ന് റിപ്പോർട്ടറിലെത്തിയ മാധു സജി എന്ന ഗംഭീര അവതാരകയുടെ സൂപ്പർ ഡ്യൂപ്പർ പെർഫോമൻസ്. ശോഭാ സുരേന്ദ്രൻ വിഷയമാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് എല്ലാ ചാനലുകളും ചർച്ചയ്ക്കായി എടുത്തത്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ അവരുടെ വിവിധ ചർച്ചകളിലൂടെ ഈ വിഷയത്തെ പരമാവധി ഇഴകീറി പരിശോധിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ വിഷയത്തിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അതിൽ തന്നെ ഡിബേറ്റ് വിത്ത് മാധു സജി എന്ന് പറയുന്ന പരിപാടി, ആ ചർച്ചാ പ്രോഗ്രാം കേരളത്തിലെ എല്ലാ മാധ്യമ വിദ്യാർത്ഥികളും മാധ്യമ അവതാരകരും ഒരു പാഠപുസ്തകമാക്കി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ശോഭാ സുരേന്ദ്രനെ ന്യായീകരിക്കാനും പൊതുജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യാനും ഇറങ്ങിത്തിരിച്ച പ്രശാന്ത് ശിവനെ ചുട്ടെടുത്ത് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയായിരുന്നു മാധു സജി ആ ചർച്ചയിൽ. അതിനുശേഷം നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന അവരുടെ പ്രസ്റ്റീജ് പ്രോഗ്രാമിൽ മാധു സജി തന്നെയാണ് ഏറ്റവും നന്നായി ഈ വിഷയത്തെ വിശകലനം ചെയ്തത്. വളരെ സരസമായി പുച്ഛിച്ച് BJPയുടെയും ശോഭാ സുരേന്ദ്രനെയും അടപ്പിളക്കി വിട്ടത്. മറ്റൊരു കാരണം റിപ്പോർട്ടർ ഈ വിഷയം ഇത്രയും ആളിക്കത്തിക്കാനുള്ളത് റിപ്പോർട്ടർ ചാനലിന് ശോഭാ സുരേന്ദ്രനോടുള്ള പക കൂടിയാണ്. പക അത് വീട്ടാനുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ വിഷയത്തിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പോയി ശോഭാ സുരേന്ദ്രനെ പ്രതിരോധത്തിലാക്കാൻ റിപ്പോർട്ടർ ചാനൽ തയ്യാറായി എന്നുള്ളതും ഇന്നലത്തെ സവിശേഷ കാഴ്ചയായിരുന്നു. ഏതായാലും മാധു സജിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന പ്രശാന്ത് ശിവന്റെ ചില വാചക കസർത്തുകൾ, മെഴുകിത്തീർന്ന ആ കരച്ചിൽ കേരളം മുഴുവൻ കയ്യടികളോടെയാണ് കണ്ടത്. കാരണം BJP ഇതുവരെ കേരളത്തിൽ നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ തിരിച്ചടിയാണ് പാലക്കാട് ഉണ്ടായത്. അതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് കരകയറാനുള്ള ശ്രമങ്ങൾ വൃഥാവിലാകുന്ന കാഴ്ചയും BJPക്കാരുടെ മുമ്പ് കണ്ടിട്ടുള്ള ആക്രോശങ്ങളൊക്കെ കരച്ചിലായി ഒടുങ്ങുന്നതിൻ്റെ കാഴ്ചയും ഒക്കെയാണ് ഇവിടെ സവിശേഷമായി കാണുന്നത്. എന്തായാലും മാധുവും പ്രശാന്തും തമ്മിലുള്ള ആ സംഭാഷണ ശകലങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എവിടെ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നിങ്ങളിത് പ്രചരിപ്പിക്കാൻ? നിങ്ങൾ അതിന്റെ ആധികാരികത, ഈ പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യം അങ്ങയുടെ ആവശ്യപ്രകാരം ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു. അങ്ങ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. അങ്ങയുടെ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞ ദൃശ്യങ്ങൾ ഒരു മിനിറ്റ് പൈസ കൊടുക്കുന്നതിന്റെ പൈസ കൊടുക്കുന്നതിന്റെ ശോഭാ സുരേന്ദ്രനോട് അവിടെ കൂടിയ കോൺഗ്രസുകാർ പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുത്തിട്ടില്ല. തുടക്കം മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പൈസ കൊടുത്തുവെന്ന്. വലിയ ആയതുകൊണ്ടാണ് പൈസ കൊടുത്തതെന്ന് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കണ്ണു കാണാത്ത ചോദിക്കുന്ന സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്നേ. പൈസ കൊടുത്തെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തില്ലെന്ന് തെളിയിക്കേണ്ടത് പൈസ കൊടുത്തുവെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞാൽ കൊടുത്തില്ലെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെയും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ പാർട്ടിയുടെയും ബാധ്യതയാണ്. നോക്കുക, പൈസ കൊടുത്തു, അത് ഈ സ്ത്രീയുടെ ബന്ധുവിനാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. എന്നിട്ട് BJPക്കാരിപ്പോൾ ഓരോ ഘട്ടത്തിലും വന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. പ്രശാന്ത് ശിവനെ പോലെ ഇത്രയും പ്രായം കുറഞ്ഞ പാലക്കാട് ഒരു പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഒരു യുവാവ് ഇത്രയധികം നാണം കെടുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണെങ്കിലും പ്രശാന്ത് ശിവനാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ഓരോരോ നുണകളും അടപടലം മാധ്യമപ്രവർത്തകർ തന്നെ ലൈവായി പൊളിക്കുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. എന്നിട്ടും വീണ്ടും 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 ഇരുന്നിങ്ങനെ നുണ പറയുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു ഇടിവെട്ട് നേതാവിനുണ്ടായ പതനം എത്രത്തോളം ഭീകരമാണ് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നോക്കുക, റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ശോഭാ സുരേന്ദ്രനെ കടന്നാക്രമിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ ചാനലിനെതിരെ അതീവ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും. ഇവർ കള്ളപ്പണമാണ്, സാറ്റലൈറ്റ് ചാനൽ നടത്താനുള്ള ലൈസൻസ് ഇല്ല, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് റിപ്പോർട്ടർ ചാനൽ പൂട്ടാൻ പോകുന്നു എന്ന് മറുനാടനെ കൊണ്ടൊക്കെ വാർത്ത കൊടുപ്പിച്ചിട്ട് അവസാനം ശോഭാ സുരേന്ദ്രൻ്റെ അഡ്രസ്സില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. കള്ളപ്പണ ഇടപാടുകളടക്കം നടത്തി, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നൊക്കെയാണ് പരോക്ഷമായി എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നിട്ട്
ദേശീയ തലത്തിൽ അതിനെതിരെ പരാതി കൊടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഉണ്ടയില്ല വെടികണക്ക് ചീറ്റിപ്പോവുകയാണ്. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ന്യായീകരണ കസർത്തുകളൊക്കെ അവർക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം BJPയെ വല്ലാതെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ക്യാമ്പയിൻ നടത്തിയ ചുരുക്കം ചില കാൻഡിഡേറ്റുമാരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ ഇത്രയും വലിയൊരു ദുർഗതി ഉണ്ടായത് എങ്ങനെയാണ് എന്നാണ് BJPക്കാർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. ഇനി BJPക്കുള്ളിൽ നിന്ന് തന്നെ ശോഭാ സുരേന്ദ്രനിട്ട് ആരെങ്കിലും പണിതതാണോ, ശോഭാ സുരേന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ശക്തമായി ശോഭാ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ ന്യായീകരണത്തിന് വേണ്ടി കൊണ്ടുവന്ന ഓരോരോ കാര്യങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി കൊടുക്കുന്ന വിധത്തിലായിരുന്നു റിപ്പോർട്ടറിൻ്റെ ഇന്നലത്തെ ആ ചർച്ചാ പ്രോഗ്രാം. അപ്പോൾ അതിൽ PR സുനിൽ പറയുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞ് ശോഭയെ ട്രോളുകയാണ്. ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് പാലക്കാട് തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കളയും, വെളുക്കാൻ തേച്ചത് പാണ്ടായി പറഞ്ഞ് എല്ലാം വെളിപ്പെടുത്തിയത് ശോഭാ സുരേന്ദ്രൻ. അതല്ലേ അതിൻ്റെ സത്യം. അതായത് ശോഭാ സുരേന്ദ്രൻ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ് വലിയ കുഴിയിലേക്ക് എടുത്തു ചാടുന്നൊരു സാഹചര്യമാണ് കേരളം കണ്ടത്. ഒരുപക്ഷെ BJPയുടെ ഇത്രയും കാലത്തെ ഝാൻസി റാണി, മുന്നണി പോരാളി, ധീര വനിത എന്നൊക്കെ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഈ ഒരു ഒറ്റ വിഷയത്തിലൂടെ ഒരു കൊച്ചു പയ്യനോട് അടിച്ച് പല്ല് തെറിപ്പിക്കുമെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് തരം താണതോടുകൂടി അവരുണ്ടാക്കിയ ഇമേജ് ഒറ്റയടിക്ക് ഇല്ലാതായി. അതിന്മേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ട് റിപ്പോർട്ടർ തങ്ങളുടെ പക പരമാവധി തീർക്കുകയാണ് എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധു സജി തന്നെ ആ ചർച്ചയിൽ പറയുന്നു, എന്ത് ആത്മവിശ്വാസത്തോടെയാണ് ശോഭാ സുരേന്ദ്രൻ കള്ളം പറയുന്നത്, ഒരു വോട്ടറോട് കരണം അടിച്ചു പൊട്ടിക്കുമെന്ന് എന്ത് ധൈര്യത്തിലാണ് അവർ പറയുക എന്ന് മാധു ചോദിക്കുന്നു. അത് അവരുടെ ആ ചർച്ചയിൽ ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഒരു മുഖം അടിച്ചു പൊട്ടിച്ചിട്ട് ഒരു കൈ പൊക്കിയിട്ട് ശോഭാ സുരേന്ദ്രൻ ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നൊക്കെ ധീരമായിട്ട് മാധു ചോദിക്കുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ചോദ്യമായി മാറുകയാണ്. റിപ്പോർട്ടർ ചാനൽ സമീപകാലത്ത് നടത്തിയ ചർച്ചകളിൽ ഏറ്റവും മികച്ച ചർച്ച അല്ലെങ്കിൽ തുടർച്ചയായ വാർത്താ അവതരണങ്ങൾ എന്നു തന്നെ ഇതിൽ പറയാം. അപ്പോൾ സ്മൃതി പറയുന്നു, ഉള്ളിത്തൊലി പൊളിച്ച പോലെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ നാണം കെട്ട രാഷ്ട്രീയ നേതാവായി മാറി എന്ന് പറഞ്ഞ് കടന്നാക്രമിക്കുകയാണ്. അതിനിടയിൽ ഒരു ചളിപ്പായി മാറിയത് ഈ അരുൺകുമാറിൻ്റെയാണ്. വെളുത്ത ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴൽ ആദ്യമായിട്ട് കാണുന്നതാണ്, കോമഡിയാണ്, ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും പറയുന്ന വാചക കസർത്തുകൾ വെറും വാചക കസർത്തുകൾക്കപ്പുറം മറ്റൊന്നുമല്ല എന്ന് കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ റിപ്പോർട്ടർ തന്ത്രപരമായി അവരുടെ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡോ അഗസ്റ്റിൻ ആ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതെന്ന് വെച്ചതാണ്, പക്ഷേ ഇത് സംസാരിച്ചേ പറ്റൂ. ശോഭാ സുരേന്ദ്രൻ പണ്ട് നമുക്കെതിരെ കുറേ ആരോപണങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് അത് എവിടെ പോയി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ അന്നത്തെ ആ തള്ള് വെറുതെ ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു ജലരേഖയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ നിരന്തരമായി കള്ളം പറയുന്നയാളാണ് എന്നൊക്കെയുള്ള ധ്വനി അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആൻഡോ അഗസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. 15ഉം 16ഉം വയസ്സായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ചില ആളുകളെക്കുറിച്ച്, കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച്, രമേഷ് പിഷാരടിയൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് ഇവരെക്കുറിച്ചൊക്കെ പരാതി പറയാൻ എന്നെ വന്ന് കണ്ടു, ഞാൻ രാഷ്ട്രീയപരമായി അത് 10-ാം തീയതിക്ക് ശേഷം വിനിയോഗിക്കുമെന്നൊക്കെ പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വല്ലാതെ ഹാലിളകി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇത്രയും ഗൗരവതരമായ പരാതികൾ കിട്ടിയിട്ട് എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല, വനിതാ കമ്മീഷനെ അറിയിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ശോഭയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ അടിക്കാൻ കിട്ടിയ വടി റിപ്പോർട്ടർ ചാനൽ തന്ത്രപരമായി ഉപയോഗിച്ചു. അതിഗംഭീരമായി തന്നെ അവർ ശോഭാ സുരേന്ദ്രനെ പൊളിച്ചടുക്കി. പ്രശാന്ത് ശിവനാണെങ്കിൽ മാധു സജിക്ക് മുന്നിൽ ഇരുന്ന് റോസ്റ്റാകുന്ന കാഴ്ച കേരളം കയ്യടിയോടുകൂടിയാണ് കണ്ടത്. കാരണം പ്രശാന്ത് ശിവൻ എന്ന നേതാവിനോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പോ അല്ല, മറിച്ച് ജനങ്ങൾ കണ്ടൊരു കാര്യത്തെ വീണ്ടും വീണ്ടും നുണ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ന്യായീകരിച്ച് മെഴുകുന്ന ആ പരിപാടി അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് BJP നേതാക്കൾക്ക് ഇത്രയധികം തിരിച്ചടി നേരിടേണ്ടി വരുന്നത്, ഇത്രയധികം അവർ അപഹാസ്യരാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരമാവധി മുതലെടുത്തുകൊണ്ട് റിപ്പോർട്ടർ ഇന്നലത്തെ ദിവസം അവരുടെ റേറ്റിംഗിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.